ആകാശവാണി. നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. വർദ്ധിച്ചുവരുന്ന പൊണ്ണത്തടി എന്ന അവസ്ഥയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും തടയുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള ആഗോള ശ്രമത്തിന്റെ ഭാഗമായാണ് ലോക പൊണ്ണത്തടി ദിനം ആചരിക്കുന്നത്. അമിതവണ്ണത്തെ ചെറുക്കാം ആരോഗ്യമുള്ളൊരു ഭാവിക്കായി. ഈ വിഷയത്തിലെ ചർച്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ ശ്രീമതി അനു മാത്യു ആണ്. ഒപ്പം ഞാൻ സുനീഷ് വിതുര. ശ്രീമതി അനു മാത്യു, താങ്കൾക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ചോദിക്കട്ടെ, ഈ പൊണ്ണത്തടി ഇന്ന് സമൂഹത്തിൽ സങ്കീർണമായ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ശരീരത്തിൽ അമിതമായ കൊഴുപ്പ് അടിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പൊണ്ണത്തടി. തെറ്റായ ഭക്ഷണ രീതിയും അനാരോഗ്യകരമായ ജീവിതശൈലിയുമാണ് പ്രധാന കാരണമെങ്കിലും പാരമ്പര്യം, ഹോർമോൺ തകരാറുകൾ, ജനിതക കാരണങ്ങൾ, വ്യായാമക്കുറവ് എന്നിവയും കാരണമാകാറുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തൽ പ്രകാരം പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അസ്ഥി-സന്ധി പ്രശ്നങ്ങൾ, ശ്വാസതടസ്സ രോഗങ്ങൾ, ചില അർബുദങ്ങൾ എന്നിങ്ങനെ പല രോഗങ്ങൾക്കുമുള്ള ഒരു പ്രധാന അപകട ഘടകമാണ് പൊണ്ണത്തടി. പൊണ്ണത്തടിയുള്ളവരിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന തോതിലുള്ള കൊളസ്ട്രോൾ, ഷുഗർ നില, കിതപ്പ്, നെഞ്ചിടിപ്പിലെ വ്യത്യാസം, കൂർക്കം വലി മൂലം സ്ലീപ്പ് അപ്നിയ അഥവാ ഉറക്കത്തിൽ ശ്വാസതടസ്സം ഉണ്ടാവുക, ഉന്മേഷക്കുറവ് എന്നിവയാണ്. ഈ കൂട്ടരിൽ സന്ധികളിലെ വേദന, തേയ്മാനം, ഇരുണ്ട തൊലി, ജോലിയിൽ ശ്രദ്ധക്കുറവ്, മാനസിക പിരിമുറുക്കം, ആത്മവിശ്വാസക്കുറവ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. താങ്കൾ പറഞ്ഞതനുസരിച്ച് പൊണ്ണത്തടിയുടെ കാരണങ്ങൾ പലതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ആരോഗ്യനില എങ്ങനെ വിലയിരുത്താം? അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കേണ്ടതുണ്ടോ എന്ന് എങ്ങനെ തീരുമാനിക്കാം? ഒരാളുടെ ശരീരഭാരം കൂടുന്നതിനെ അമിതവണ്ണം അല്ലെങ്കിൽ ഓവർ വെയ്റ്റ്, പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബേസിറ്റി, അതിൽ തന്നെ ഗ്രേഡ് 1 ഒബേസിറ്റി, ഗ്രേഡ് 2 ഒബേസിറ്റി, മോർബിഡ് ഒബേസിറ്റി എന്നിങ്ങനെ വിഭാഗിക്കാം. പക്ഷേ ഒരു വ്യക്തി അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയാണോ എന്ന് മനസ്സിലാക്കുന്നത് അയാളുടെ BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് എന്ന അളവ് തോത് നോക്കിയാണ്. അതായത് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്ന കണക്ക് കൂട്ടലിൽ BMI 18.5-നും 24.5-നും ഇടയിലുള്ളവർ ആരോഗ്യകരമായ ശരീരഭാരം ഉള്ളവരാണ്. BMI 25-ൽ കൂടുതലുള്ളവർ അമിതഭാരം ഉള്ളവരായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ 30-ൽ കൂടുതലുള്ളവരെ ഒബേസിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. 40-ന് മുകളിൽ ശരീരഭാരമുള്ളവർ ചികിത്സ തേടേണ്ടതായിട്ടുള്ള വിഭാഗമാണ്. ശരീരഭാരം കൂടുന്നതനുസരിച്ച് ജീവിതശൈലി രോഗങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഹൃദ്രോഗങ്ങൾ എന്നിവ വേഗത്തിൽ പിടിപെടാൻ സാധ്യതയുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ BMI നിരീക്ഷിക്കുക, അനാരോഗ്യകരമായ ഭക്ഷണരീതി ഉപേക്ഷിക്കുക, മധുരം, കൊഴുപ്പ്, ഫാസ്റ്റ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ് എന്നിവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക, ധാരാളമായി പഴങ്ങളും പച്ചക്കറികളും നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണവും ഉൾപ്പെടുത്തുക, വ്യായാമത്തിനായി സമയം മാറ്റിവെക്കുക എന്നിവയൊക്കെയാണ്. കൂടാതെ ഒരു ഡോക്ടറിനെ കണ്ട് ആവശ്യമായ വൈദ്യപരിശോധനകളും നടത്തണം. മറ്റൊരു ചോദ്യം ഇതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായ ശരീരഭാരം കാത്തുസൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണല്ലോ. അങ്ങനെയെങ്കിൽ അമിതഭാരം കൊണ്ട് സ്ത്രീകളിൽ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഈ ചോദ്യം വളരെ പ്രധാനമാണ്. അമിതവണ്ണം സ്ത്രീകളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അമിതവണ്ണമുള്ള സ്ത്രീകളിൽ എല്ലുകളിലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, എല്ലിൻ്റെ തേയ്മാനം അഥവാ ബലക്ഷയം, നടുവേദന എന്നിവ കൂടുതലായി കാണപ്പെടുന്നു. കൂടാതെ ചെറുപ്രായത്തിൽ തന്നെ പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയും ഉണ്ടാകുന്നു. കൂടാതെ പൊണ്ണത്തടിയുള്ളവരിൽ PCOD, ഹോർമോൺ വ്യതിയാനങ്ങൾ, വന്ധ്യത എന്നിവ വ്യാപകമാണ്. മാത്രമല്ല സ്തനങ്ങൾ, അണ്ഡാശയം, എൻഡോമെട്രിയൽ, കുടൽ എന്നിവിടങ്ങളിലെ ക്യാൻസറുകളുമായി അമിതവണ്ണം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുകൂടാതെ സ്ത്രീകളുടെ മാനസികാരോഗ്യം, ആത്മവിശ്വാസം എന്നിവയൊക്കെ സ്വാധീനിക്കുന്നതിൽ അനുയോജ്യമായ ശരീരഭാരത്തിന് വലിയ പങ്കുണ്ട്. ആരോഗ്യമുള്ള അമ്മമാരിൽ നിന്നാണ് ആരോഗ്യമുള്ള അടുത്ത തലമുറ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് നാം ഓർമ്മിക്കുകയും വേണം.
അതുകൊണ്ട് സ്ത്രീകൾ സ്വന്തം ശരീരഭാരം ആരോഗ്യകരമായ ഒരു അളവിൽ നിലനിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക. അവസാനമായി ചോദിക്കട്ടെ, അതായത് ഈ കുട്ടികളെല്ലാവരും തന്നെ ഇന്ന് വിപണികളിൽ കിട്ടുന്നതും പല നിറത്തിലും രുചികളിലും ഒക്കെയുള്ള ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പോൾ കുട്ടികളിലെ അമിതവണ്ണം തടയുന്നതിനും ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നതിനും വേണ്ടി അമ്മമാർക്കുള്ള ഒരു സന്ദേശം എന്താണ് നൽകാനുള്ളത്? താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം മുതിർന്നവർ മാത്രമല്ല, കുട്ടികളും അമിതവണ്ണത്തിന് ഇരയാകുന്നു എന്നാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. WHO പഠനമനുസരിച്ച് കൗമാരപ്രായക്കാരിലും കുട്ടികളിലും പൊണ്ണത്തടി വർദ്ധിച്ചു വരുന്നു. 2050 ആകുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം 1/3 അമിതവണ്ണമുള്ളവർ ആയിരിക്കുമെന്ന് പ്രവചിക്കുന്നു. 1990കളിൽ 4 ദശലക്ഷത്തിൽ നിന്നും 2021 16.8 ദശലക്ഷമായി. എന്നാൽ 2050 ആകുമ്പോഴേക്കും അമിതവണ്ണമുള്ളവരും പൊണ്ണത്തടിയുള്ളവരും 22.7 ദശലക്ഷം ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭക്ഷണരീതി കുട്ടികളിലെ പൊണ്ണത്തടിക്ക് പ്രധാന കാരണങ്ങളിലൊന്നാണ്. കൂടാതെ കുടുംബ പാരമ്പര്യം, മാനസിക ആരോഗ്യം, ജീവിതശൈലി എന്നിവയെല്ലാം പൊണ്ണത്തടിയുടെ അളവിനെ നിർണ്ണയിക്കുന്നു. ഉയർന്ന കലോറിയും കുറഞ്ഞ പോഷകങ്ങളുമുള്ള ഭക്ഷണങ്ങൾ പൊണ്ണത്തടി സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പഞ്ചസാര ധാരാളം അടങ്ങിയ ശീതളപാനീയങ്ങൾ, ട്രാൻസ് ഫാറ്റുകൾ, ഉയർന്ന ഫ്രക്ടോസ് കോൺ സിറപ്പ്, അഡിക്റ്റീവ്സ് എന്നിവ ഉയർന്ന തോതിൽ അടങ്ങിയിരിക്കുന്ന പാക്കറ്റ് ഭക്ഷണങ്ങൾ, കൂടാതെ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ എന്നിവ കലോറി കൂട്ടുന്നതിനൊപ്പം കൊളസ്ട്രോൾ നില ഉയർത്തുകയും ചെറുപ്രായത്തിൽ തന്നെ ഫാറ്റി ലിവർ, ഹൃദ്രോഗ സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇത്തരം ഭക്ഷണങ്ങൾ കുട്ടികളുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താതിരിക്കുകയും ഇവയുടെ ഉപഭോഗം കുട്ടികളിൽ പരമാവധി കുറയ്ക്കുകയും വേണം. ഇത്തരം കുട്ടികൾക്ക് എല്ലിനും സന്ധികൾക്കും വേദന, ബലക്കുറവ്, പല്ലിനു പോട്, ഉറക്കത്തകരാറുകൾ, ശ്വാസതടസ്സം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയും പെൺകുട്ടികൾക്ക് ഹോർമോൺ വ്യതിയാനം, ആർത്തവ പ്രശ്നങ്ങൾ, ഭാവിയിലെ വന്ധ്യതാ പ്രശ്നങ്ങൾ എന്നിവയും ഉണ്ടാകുന്നു. ഓർമ്മിക്കേണ്ട വസ്തുത ഈ കുട്ടികളിൽ 80% പേരും പൊണ്ണത്തടിയുള്ള മുതിർന്നവരായി മാറുന്നു എന്നതാണ്. അവർക്ക് ഈ അസുഖങ്ങൾ നേരത്തെ പിടിപെടുന്നു. ഈ അവസരത്തിലാണ് ഈ വർഷത്തിലെ, അതായത് 2025 വേൾഡ് ഒബേസിറ്റി ഡേയുടെ സന്ദേശത്തിൻ്റെ പ്രസക്തി. ചേഞ്ചിങ് സിസ്റ്റംസ്, ഹെൽത്തിയർ ലൈഫ്സ്. ഒരു വ്യക്തിയുടെ അമിതവണ്ണം ആ വ്യക്തിയുടെ മാത്രം കാരണം കൊണ്ടല്ല, പലതരത്തിലുള്ള സംവിധാനങ്ങൾ കാരണമായേക്കാം. അതിനാൽ വ്യക്തികളും സമൂഹവും ആരോഗ്യ വിദഗ്ധരും പലതരത്തിലുള്ള വ്യവസ്ഥകളും സംഘടനകളും നിയമവ്യവസ്ഥകളും എല്ലാവരും ചേർന്ന പ്രവർത്തനത്തിലൂടെ മാത്രമേ പൊണ്ണത്തടി എന്ന ഒരു രോഗാവസ്ഥയെ ചെറുത്തു നിൽക്കാൻ സാധിക്കൂ. അതിനാൽ കുട്ടികൾക്ക് പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം, ഫാസ്റ്റ് ഫുഡുകളുടെ ദോഷവശങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുള്ള വിദ്യാഭ്യാസം നൽകാൻ ശ്രദ്ധിക്കുക. വീടുകളിൽ മാതാപിതാക്കൾ ആരോഗ്യകരമായി ഭക്ഷണരീതി പിന്തുടരുന്ന കുട്ടികൾക്ക് മാതൃകയാകുക. വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം അവർക്ക് ചെറുപ്പത്തിലേ മനസ്സിലാക്കി കൊടുക്കുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതലായും പാക്കറ്റ് ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡുകൾ കുറഞ്ഞതായി ഉള്ള ഒരു ഭക്ഷണ രീതി ശീലമാക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് അമ്മമാരിൽ അടങ്ങിയിരിക്കുന്ന കർത്തവ്യം. കൂടാതെ മൊബൈൽ ഫോൺ, TV എന്നിവയുടെ സ്ക്രീൻ ടൈം കുറച്ച് കളികളിലും വ്യായാമങ്ങളിലും ഏർപ്പെടാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇത്തരത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറ ആരോഗ്യമുള്ള ഒരു ജനതയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. പൊണ്ണത്തടി സംബന്ധിച്ച ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അവ തടയേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. തന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ ആകാശവാണിയോട് പങ്കുവച്ച ശ്രീമതി അനു മാത്യുവിന് നന്ദി അറിയിക്കുന്നു. ഏകോപനം മയൂഷ AM.